നമസ്കാരം. ഇന്ന് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലെൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ഇതാണ് വലിയ കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും കൊണ്ട് കിടക്കുന്ന ഒരു സാധനമാണ് നമ്മളെ ഫോൺ. സ്വാഭാവികമായിട്ടും അതിലഴുക്കും പൊടിയൊക്കെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ എടുക്കുന്നു ഒന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെടുക്കുന്ന ഫോട്ടോയുടെ ക്വാളിറ്റിയും കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ടിപ്പ്. അടുത്തതായിട്ട് നമുക്ക് ടിപ്പ് നമ്പർ 2 പോവാം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ സ്റ്റേബിളായിട്ട് പിടിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടിട്ട് ഫോട്ടോ എടുക്കുന്നത്. അതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ നമ്മളെ ഫോൺ ഷേക്കാവും. സ്വാഭാവികമായിട്ട് നമ്മളെടുക്കുന്ന ഫോട്ടോ ഒരു ഷേക്കി ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോൺ നല്ല സ്റ്റേബിളായിട്ട് പിടിക്കുക. അതിനുശേഷം നമ്മുടെ തള്ളവിരലുകൊണ്ടോ അല്ലെങ്കിൽ ചൂണ്ടുവിരലുകൊണ്ടോ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേക്കില്ലാത്ത നല്ല ഫോട്ടോ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 2. നമ്മുടെ ഫോണ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് സ്റ്റേബിളായിട്ട് പിടിക്കുക. അടുത്ത് നമുക്ക് ടിപ്പ് നമ്പർ 3 പോവാം. അതായത് നിങ്ങളുടെ ഫോണിലെ ഗ്രിഡ് ലൈൻ ഓൺ ചെയ്തിടുക. അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 3. ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ ഓപ്ഷനിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഗ്രിഡ് ലൈൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ഓഫായി കിടക്കുന്നെങ്കിൽ അത് ഓണാക്കി ഇടുക. അപ്പോൾ നമ്മളെ ക്യാമറയിൽ ഇതുപോലുള്ള ലൈൻസ് വരും. ഈ ലൈൻസിൽ നോക്കിയാൽ കാണാം 4 പോയിൻറ്റുകളുണ്ട്. ഇതായി കാണുന്ന പോലെ 4 പോയിൻറ്റുകളുണ്ട്. ആ 4 പോയിൻറ്റിൽ എവിടെയെങ്കിലും നമ്മൾ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് ഒരു വ്യത്യാസം വരും. ഈ ഫോട്ടോ നോക്കിയാൽ ഇതിപ്പോൾ ഗ്രിഡ് ലൈൻ ഒന്നും യൂസ് ചെയ്യാതെ എടുത്ത ഫോട്ടോ, അതേസമയം നമ്മൾ ഈ ഗ്രിഡ് ലൈൻ യൂസ് ചെയ്തെടുത്ത ഫോട്ടോ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി ഫോട്ടോഗ്രാഫിയിലെ ഒരു റൂളാണ്, റൂൾ ഓഫ് തേർഡ് എന്ന് പറയും. അതായത് ഈ ലൈൻസ് കൂട്ടിമുട്ടുന്ന 4 ഇൻ്റർസെക്ഷനിൽ എവിടെയെങ്കിലുമാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ ഒരു ലുക്ക് മാറും. അതുകൊണ്ടാണ് ഈ പോയിൻറ്റുകളിൽ എവിടെയെങ്കിലും നമ്മൾ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ടിപ്പ് നമ്പർ 4 പോകാം. നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൂം ചെയ്യരുത്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ DSLR ആണെങ്കിൽ നമുക്ക് സൂം ചെയ്യുന്നത് ലെൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതേസമയം നമ്മൾ ഫോണിൽ സൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിജിറ്റലായിട്ടാണ്. അതായത് ഉള്ള ഫോട്ടോയെ അവർ എൻലാർജ് ചെയ്താണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോണിൽ സൂം ചെയ്യരുത് എന്ന് പറയുന്നത്. അതിന് വരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിൽ സബ്ജക്റ്റിന് അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം, ഫോട്ടോ എടുക്കുമ്പോൾ സൂം ചെയ്യരുത്. ഇപ്പോൾ ഉള്ള ചില ഫോണുകളിൽ നമുക്ക് ടെലി ക്യാമറയുള്ള ഫോണുകളുണ്ട്, അവയ്ക്കൊന്നും ഇത് കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പ്രശ്നമില്ല. അപ്പോൾ ടിപ്പ് നമ്പർ 4 എന്ന് വെച്ചാൽ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ സൂം ചെയ്യരുത്. അടുത്തായിട്ട് നമുക്ക് ടിപ്പ് നമ്പർ 5 പോകാം. ടിപ്പ് നമ്പർ 5 എന്തെന്ന് വെച്ചാൽ ബെസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സബ്ജക്റ്റിന് അടുത്തോട്ട് പോയി നോക്കുക, അല്ലെങ്കിൽ പുറകോട്ട് പോയി നോക്കുക, ഈ വലയ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇട സൈഡിലോട്ടോ മുകളിലോട്ടോ താഴോട്ടോ അങ്ങനെ എല്ലാ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കുക. അതിൽ ഏതാണോ ബെസ്റ്റ് ആ ആംഗിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമ്മളെ ഫോട്ടോയുടെ ലുക്കും മാറും. അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പോസിബിളായിട്ടുള്ള എല്ലാ ആംഗിളിൽ നിന്നും നോക്കിയതിന് ശേഷം ഏതാണോ നല്ല ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ആ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 5. അപ്പോൾ നമുക്കിന്ന് പറഞ്ഞ എല്ലാം കൂടെ ഒന്ന് ഓട്ടിച്ച് നോക്കാം. ആദ്യം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെൻസ് ക്ലീൻ ചെയ്യുക, ഫോണിൻ്റെ ലെൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സ്റ്റേബിളായിട്ട് പിടിക്കുക എന്നുള്ളതാണ്. സ്റ്റേബിളായിട്ട് പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞത് ഗ്രിഡ് ലൈൻ യൂസ് ചെയ്ത് സബ്ജക്റ്റിനെ 4 പോയിൻറ്റുകളിൽ പ്ലേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നാലാമത് പറഞ്ഞത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൂം ചെയ്യാതിരിക്കുക, ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൂം ചെയ്യാതിരിക്കുക. അഞ്ചാമത് പറഞ്ഞത് നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബെസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 5 ടിപ്പുകൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾ അടുത്ത തവണ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇതുകൂടെ
ഒന്ന് അപ്ലൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.